ഒരു മഹായുദ്ധത്തിന്റെ മുനമ്പിലാണോ? അന്താരാഷ്ട്ര എണ്ണ വ്യാപാരത്തിന്റെ ജീവനാഡിയായ ഹോർമൂസ് കടലിടുക്ക് ഇപ്പോൾ വൻ ശക്തികളുടെ പോരാട്ട ഭൂമിയായി മാറിക്കഴിഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച പ്രൊജക്ട് ഫ്രീഡം പ്ലസ് എന്ന പുതിയ സൈനിക നീക്കം പശ്ചിമേഷ്യയെ ഏത് ദിശയിലേക്കാണ് നയിക്കുന്നത്? സമാധാന ചർച്ചകൾക്ക് പകരം വെടിവെച്ചുകൾ ഉയരുമോ എന്ന ആശങ്കയിലാണ് ലോകം. എന്താണ് ട്രംപിന്റെ ഈ വിവാദപരമായ പ്ലസ് പദ്ധതി? നേരത്തെ ഉണ്ടായിരുന്ന പ്രൊജക്ട് ഫ്രീഡത്തിന്റെ പരിഷ്കരിച്ച രൂപമാണിത്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പലുകൾക്ക് അമേരിക്കൻ സൈന്യം സുരക്ഷ നൽകുന്നതിനോടൊപ്പം തന്നെ ഇറാനെ പൂർണ്ണമായും നിഴലിലാക്കുന്ന ചില സൈനിക നീക്കങ്ങളും ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങളെ നേരിട്ട് ലക്ഷ്യം വെക്കുന്നതോ അല്ലെങ്കിൽ രാജ്യം ഇതുവരെ കാണാത്ത കടുത്ത ഉപരോധങ്ങളോ ആകാം ഈ പ്ലസ് കൊണ്ട് ട്രംപ് ഉദ്ദേശിക്കുന്നത്. സൗദി അറേബ്യ വ്യോമപാതം നിഷേധിച്ചത് ട്രംപിന് തിരിച്ചടിയായെങ്കിലും ഈ പുതിയ പദ്ധതിയിലൂടെ മേഖലയിൽ ആധിപത്യം ഉറപ്പിക്കാനാണ് അമേരിക്കയുടെ ശ്രമം. എന്നാൽ അമേരിക്കയുടെ ഈ ഭീഷണികൾക്ക് മുന്നിൽ തലകുനിക്കാൻ ഇറാൻ തയ്യാറല്ല. തങ്ങളുടെ പരമാധികാരത്തിന് മേലുള്ള ഏത് കടന്നുകയറ്റത്തെയും ചെറുക്കാമെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കൻ നാവികസേനയുടെ 3 ഡിസ്ട്രോയറുകൾക്ക് നേരെ അടുത്തിടെ നടന്ന ആക്രമണം ഇറാന്റെ കരുത്തിന്റെ വിളംബരമാണ്. ഹോർമൂസ് കടലിടുക്ക് തങ്ങളുടെ നിലനിൽപ്പിന്റെ ഭാഗമാണെന്നും ഏത് നിമിഷവും തിരിച്ചടി നൽകാൻ റവല്യൂഷണറി ഗാർഡ് സജ്ജമാണെന്നും ഇറാൻ ലോകത്തെ ഓർമ്മിപ്പിക്കുന്നു. നയതന്ത്ര ചർച്ചകൾ ഒരു വശത്ത് നടക്കുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം ഫലപ്രദമാകുമെന്ന് കണ്ടറിയണം. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഇസ്ലാമാബാദിൽ നടക്കുന്ന ചർച്ചകളിൽ 14 ഇനങ്ങൾ അടങ്ങിയ ധാരണാപത്രം പരിഗണനയിലുണ്ട്. എന്നാൽ ഉപരോധങ്ങൾ നീക്കാതെ യുറേനിയം കൈമാറ്റത്തിലോ എണ്ണ വ്യാപാരത്തിലോ വിട്ടുവീഴ്ചയിലെന്ന് ഉറച്ച നിലപാടിലാണ് ഇറാൻ. ഇതിനിടയിൽ ഇറാൻ നേതൃത്വത്തെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന ട്രംപിന്റെ പ്രസ്താവനകൾ ചർച്ചകളുടെ വഴി മുടക്കുന്നു. ലോകത്തിലെ 20% എണ്ണ കടന്നു പോകുന്ന ഈ പാത തടസ്സപ്പെട്ടാൽ അത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സാമ്പത്തികത തകർക്കും. സമാധാനത്തിനുള്ള അവസാന വാതിലും അടഞ്ഞാൽ പശ്ചിമേഷ്യ മറ്റൊരു വൻ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്നത് ഉറപ്പാണ്.